Good morning, girls. Next, we can see what are the rights and rights of buyer and seller. So, first, the rights of buyer. The Sale of Goods Act, Sale of Goods Act provides certain rights to the buyer. They are first one, right to have delivery of goods. അതായത് ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബയർ ഇസ് എൻറ്റൈറ്റിൽ ടു ഗെറ്റ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. അതായത് കോൺട്രാക്റ്റ് പ്രകാരമല്ല ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നതെങ്കിൽ ഹീസ് നോട്ട് ബൗണ്ട് ടു ടേക്ക് ഡെലിവറി. ഓക്കെ, അപ്പം എങ്ങനെയാണോ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം എന്ത് ചെയ്യുക, ബയർക്ക് ഹി ഹാസ് ദ റൈറ്റ് ടു ഗെറ്റ് ഡെലിവറി ഓഫ് ഗുഡ്സ്. സെക്കൻഡ് വൺ, buyer is entitled to claim delivery of the whole goods and is not bound to accept delivery of the same by installments. അതായത് ഇപ്പോൾ ഗുഡ്സ് ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 10 kg ഓഫ് റൈസ് ആണ് കോൺട്രാക്റ്റ് പ്രകാരം ഉണ്ടാക്കിയത്, അങ്ങനെ സപ്ലൈ ചെയ്യാന്നുള്ളൊരു കോൺട്രാക്റ്റ് ആണെങ്കിൽ ബയർ ഇസ് എൻറ്റൈറ്റിൽ ടു ക്ലെയിം ദ ഹോൾ ഡെലിവറി ഓഫ് ഗുഡ്സ്. അല്ലാണ്ട് പാർട്ടായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഇതല്ല. അതായത് ഹി ഹാസ് ദ റൈറ്റ് ടു ക്ലെയിം ദ ഹോൾ ഡെലിവറി ഓഫ് ഹോൾ ദ ഗുഡ്സ്. Then third one is, in the case of delivery by installment, buyer has got a right to repudiate the whole contract for any defect or non-delivery of എനി ഇൻസ്റ്റാൾമെൻറ്റ്. ഇനി ചില കേസിൽ കോൺട്രാക്റ്റിൽ സ്പെസിഫിക്കലി അവരിങ്ങനെ പറയും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ. അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഇങ്ങനെയാണ്, എല്ലാ മാസം 10 kg ഓഫ് റൈസ് സപ്ലൈ ചെയ്യാന്നാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റിൽ ഏതെങ്കിലും ഒരു മാസം സപ്ലൈ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ബയർ ഹാസ് ദ റൈറ്റ് ടു റെപ്യൂഡിയേറ്റ് ദ കോൺട്രാക്റ്റ്. അതായത് ആ ഇതേ വേണ്ടെന്ന് വെക്കാം, ആ കോൺട്രാക്റ്റ് വേണ്ടെന്ന് വെക്കാം. ഓക്കെ, ഇനി ഫോർത്ത് വൺ ഇസ് where a buyer has no opportunity to examine the goods beforehand, he is entitled to a reasonable opportunity for examination of goods before taking delivery എന്നാണ് പറയുന്നത്. അതായത് ക്വാളിറ്റി പരിശോധിച്ച് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം മാത്രം വാങ്ങാനുള്ളൊരു റൈറ്റ് ഉണ്ട്. അതായത് ബയർക്ക് ഇതുവരെ അത് എക്സാമിൻ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ ഡെലിവറി ചെയ്യുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യാം, ഹീ ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഫോർ examination of goods. Okay, next one is where the buyer has the right to accept or reject the goods. He can accept the same either by intimation to the seller or by retaining the goods. അപ്പോൾ ഇപ്പോൾ ചില സമയത്ത് ബയർക്ക് ഒന്നുകിൽ ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ പഠിച്ചില്ലേ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് അല്ലെങ്കിൽ ഓൺ അപ്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു കേസിലാണെങ്കിൽ ബയർക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ഹി ഹാസ് ദ റൈറ്റ് ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് ഗുഡ്സ്. ഇനി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താക്കാമെന്നാണ് പറയുന്നത്, ഒരു ഇൻറ്റിമേഷൻ കൊടുത്താൽ മതി ടു ദ സെല്ലർ ഓർ ബൈ റീറ്റെയിനിങ് ദ ഗുഡ്സ് വെച്ചാൽ മതി. അതായത് റീസണബിൾ ടൈമിനുള്ളിൽ റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാം ബയർ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത്. The next one, where the buyer has the right to reject the goods, he is not bound to redeliver the possession of goods to the seller. It is sufficient if he gives notice saying that he has rejected them. ഇനി റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചിങ്ങാണ്ട് സാധനം സെല്ലറുടെ അടുത്ത് എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻറ്റിമേറ്റ് ഒരു നോട്ടീസ് അയച്ചു വെച്ചാൽ മതി, ഇൻറ്റിമേഷൻ ലെറ്റർ കൊടുത്താൽ മാത്രം മതി സെല്ലർക്ക്. അതായത് ഗുഡ്സ് റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസ് അയച്ചാൽ മാത്രം മതി, സെല്ലർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളുക എന്നുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം പറയുന്നത് ഈ സെയിൽ ഓർ റിട്ടേൺ ബേസിസിലുള്ള കോൺട്രാക്റ്റ് പ്രകാരമാണ്. Then next one, where the seller fails or refuses to deliver the goods, the buyer has always a right to sue for damages for non-delivery. കോൺട്രാക്റ്റ് പ്രകാരം ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നില്ലെങ്കിൽ, സെല്ലർ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തുകയാണെങ്കിൽ ബയർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്,
he has the right to claim for damages for non-delivery. Wherein delivering the goods, seller has committed any breach of warranty, the buyer is entitled to claim damages. വാറണ്ടിയിൽ എന്തെങ്കിലും ബ്രീച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും ബയർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, ഹി ക്യാൻ ക്ലെയിം ഫോർ ഡാമേജസ്. വെൻ ബിഫോർ ദ ടൈം ഫോർ പെർഫോമൻസ് അറൈവ്സ്, the seller announces his intention not to perform the contract, buyer is entitled to claim damages. അതായത് എല്ലാ കോൺട്രാക്റ്റും വന്നതാണ്, പെർഫോം ചെയ്യുന്നതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുന്നെയാണ് അറിയിക്കുന്നത്. അതായത് സെല്ലർക്ക് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാനുള്ള ഇൻറ്റൻഷൻ ഇല്ല എന്നുള്ളത്. അതായത് സെല്ലർ ഇസ് നോട്ട് റെഡി ടു ഡെലിവർ ദ ഗുഡ്സ്, അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും ബയർക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ഹി ക്യാൻ ക്ലെയിം damages. Last one, buyer is entitled to claim interest where he has paid the whole price or portion of the price and the same has to be returned to him in consequence of breach of contract by the seller. അതായത് ഇതും ബയറിൻ്റെ ഒരു റൈറ്റ് ആണ്. അതായത് ബയർ റൈറ്റ് ടു ക്ലെയിം ആൻ ഇൻട്രസ്റ്റ് ഇൻ സിറ്റുവേഷൻ ഇഫ് ഡിലേ ഇസ് കോസ്ഡ് ബൈ ദ സെല്ലർ ഇൻ ഡെലിവറി ഓഫ് ഗുഡ്സ്. അതായത് ഗുഡ്സ് ഡെലിവർ ചെയ്യാൻ വൈകിയിട്ടുണ്ടെങ്കിൽ, അത് പ്രകാരം എന്തെങ്കിലും നഷ്ടമോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി കാശ് അടച്ചതായിരിക്കും എന്നിട്ടും ഗുഡ്സ് സപ്ലൈ ചെയ്യാതിരിക്കുകയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബയർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, ഹി ഹാസ് ദ റൈറ്റ് ടു ക്ലെയിം ഇൻട്രസ്റ്റ്. ഓക്കെ, സോ ദീസ് ആർ ദ റൈറ്റ്സ് ഓഫ് ബയർ. സോ നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് സെല്ലർ. സെല്ലറുടെ റൈറ്റ് പറയുന്ന സമയത്ത് സെല്ലർക്ക് എന്തിനൊക്കെയുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, ഈ ഹാവ് എ റൈറ്റ് ടു ഹാവ് ആക്സെപ്റ്റൻസ് ഓഫ് ഗുഡ്സ്. അതായത് വേർ ദ ബയർ റിഫ്യൂസസ് ടു ആക്സെപ്റ്റ് ആൻഡ് പേ ഫോർ ദ ഗുഡ്സ്, ദ സെല്ലർ ഹാസ് എ റൈറ്റ് ടു സ്യൂ ഫോർ ഡാമേജസ് ഫോർ നോൺ ആക്സെപ്റ്റൻസ് ഓഫ് ഗുഡ്സ്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞത് സെല്ലർ സപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ബയർക്ക് ക്ലെയിം ചെയ്യാം നോൺ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ സെല്ലർ ഇസ് റെഡി ടു സപ്ലൈ ദ ഗുഡ്സ്, ഡെലിവർ ദ ഗുഡ്സ്, ബട്ട് ദി ബയർ റിജക്റ്റ് അല്ലെങ്കിൽ റിഫ്യൂസസ് ടു ആക്സെപ്റ്റ് ദ ഗുഡ്സ്. അങ്ങനെയാണെങ്കിൽ സെല്ലർക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ഹി ഹാസ് ദ റൈറ്റ് ടു സ്യൂ ഫോർ ഡാമേജസ് ഫോർ നോൺ ആക്സെപ്റ്റൻസ് ഓഫ് ഗുഡ്സ്. Then second, where the ownership in the goods has passed to the buyer and the buyer neglects or refuses to pay the price of the goods, seller is entitled to file a suit to recover the price. ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെല്ലർ ഗുഡ്സൊക്കെ ഡെലിവറി ചെയ്തു, പക്ഷേ എന്തായി, ബയർ ഇസ് നോട്ട് റെഡി ടു പേ ദ പ്രൈസ്. ബയർ ഇതുവരെ പ്രൈസ് കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക പറയുന്നത്, സെല്ലർ ക്യാൻ ഫയൽ എ സ്യൂട്ട് ടു റിക്കവർ ദി പ്രൈസ്. ഓക്കെ, പിന്നെ ഒന്ന് പറയുന്നത്, ഈവൻ ദോ ഓണർഷിപ്പ് ഇൻ ദ ഗുഡ്സ് ഹാസ് നോട്ട് പാസ് ടു ദി ബയർ, ഇഫ് ദി ബയർ ഹാസ് അണ്ടർ ദ കോൺട്രാക്ട് agreed to pay the price fixed irrespective of his obtaining delivery of the goods, and in such cases seller has a right to recover the price. അതായത് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈവൻ ഓണർഷിപ്പ് ഇൻ ദ ഗുഡ്സ് ഹാസ് നോട്ട് പാസ് ടു ദി ബയർ, ഇതുവരെ ഓണർഷിപ്പ് പാസ് ചെയ്തിട്ടില്ല, പക്ഷേ കോൺട്രാക്റ്റ് പ്രകാരം എന്താക്കിയെന്നാണ് പറയുന്നത്, ഇഫ് ദി ബയർ ഹാസ് അണ്ടർ ദ കോൺട്രാക്ട് അഗ്രീഡ് ടു പേ ദ പ്രൈസ് ഫിക്സ്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ഒബ്റ്റെയിനിങ് ഡെലിവറി ഓഫ് ദ ഗുഡ്സ്. അതായത് ബയർ കോൺട്രാക്റ്റ് പ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഗുഡ്സ് ഡെലിവർ ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ കാശ് ആദ്യം തരാം. അതായത് കാശ് ആദ്യം തന്നിട്ട് ഡെലിവർ ചെയ്യുന്ന ടൈപ്പ് ഉണ്ടാവുമല്ലോ, ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ്. അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റാണ് ശരിക്കും ആദ്യം കാശ് ബയർ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ബയർ അത് ചെയ്തിട്ടില്ലെങ്കിൽ ബയർ സെല്ലറിന് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, സെല്ലർ ഹാസ് എ റൈറ്റ് ടു റിക്കവർ ദി പ്രൈസ്. Last one, the seller is entitled to claim interest upon the amount of the price from the date on which the price was payable. അതായത് ചില സമയത്ത് ബയർ കാശ് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തും. അപ്പോൾ എത്ര കാലമാണോ ഇങ്ങനെ
കാശ് കൊടുക്കാതെ വീഴ്ച വരുത്തിയിട്ടുള്ളത് അത്രയും കാലത്തെ ആ എമൗണ്ടിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റും വേണമെങ്കിൽ സെല്ലർക്ക് ക്ലെയിം ചെയ്യാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ശരിക്കും എമൗണ്ട് കൊടുക്കേണ്ടത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് വിചാരിക്കുക. പക്ഷേ ഓഗസ്റ്റ് മുതൽ ഇങ്ങോട്ട് ഇപ്പം സെപ്റ്റംബർ, ഒക്ടോബർ നവംബർ വരെ ഇപ്പോൾ 3 മാസം ഉണ്ടെങ്കിൽ 3 monthsൻ്റെ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റും സെല്ലറിനുണ്ട്. സോ ദീസ് ആർ ദ റൈറ്റ്സ് ഓഫ് സെല്ലർ